യുവതിയുടെ കുടുംബത്തിന്റെ അനുകമ്പ പിടിച്ചുപറ്റാനായി അപകടമുണ്ടാക്കിയ സംഭവത്തിൽ ആൺ സുഹൃത്തും ഒപ്പമുണ്ടായിരുന്ന ആളും നരഹത്യാശ്രമത്തിൽ അറസ്റ്റിൽ. പത്തനംതിട്ട കോന്നി മാമൂട് സ്വദേശിയായ രഞ്ജിത്ത് രാജൻ, സുഹൃത്ത് പയ്യനാമൺ സ്വദേശി അജാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഡിസംബർ 23-ന് സ്കൂട്ടറിൽ പോയ യുവതിയെ മനഃപൂർവ്വം അപകടത്തിൽപ്പെടുത്തുകയായിരുന്നു. ശ്രീരാജ് ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ടുണ്ട്. ശ്രീരാജ്, ിട്ട് 5:30-യോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ ഇതൊരു വാഹനാപകടം എന്ന നിലയ്ക്കാണ് നാട്ടുകാരും പോലീസും അടക്കം കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു അപകടമല്ല, മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു അപകടമാണ് എന്ന് തിരിച്ചറിയുന്നത്. അതായത് കോന്നി മാമൂട് സ്വദേശിയായ രഞ്ജിത്ത് രാജൻ ഒരു പ്രണയമുണ്ടായിരുന്നു. ഈ പ്രണയം പൂവണിയണമെങ്കിൽ സ്വാഭാവികമായും പെൺകുട്ടിയുടെ വീട്ടുകാരെ ഇംപ്രസ് ചെയ്യണമല്ലോ. അങ്ങനെ ഇംപ്രസ് ചെയ്യാൻ കാണിച്ച ഒരു ബുദ്ധിയാണ്, പക്ഷെ കുബുദ്ധിയായി പോയി. അതായത് തന്റെ സുഹൃത്തിനെ വിളിച്ചു. അജാസ് എന്ന് പറയുന്നത് ഈ രഞ്ജിത്തിന്റെ സുഹൃത്താണ്. സുഹൃത്തിനെ ഈ പെൺകുട്ടി ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങി വരവെ പെൺകുട്ടിയുടെ പുറകെ കാറിൽ പറഞ്ഞയക്കുന്നു. ശേഷം വഴിയിലൊരിടത്തെത്തിയപ്പോൾ പെൺകുട്ടിയെ ഈ വാഹനം തട്ടിച്ച് അപകടമുണ്ടാക്കുന്നു. ശേഷം അവിടെ രക്ഷകനായി രഞ്ജിത്ത് അവതരിക്കുന്നു. രക്ഷകനായി കാറിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുന്നു, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പക്ഷേ സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ നാട്ടുകാരോട് വിവരം ചോദിച്ചപ്പോൾ നാട്ടുകാരാണ് പറയുന്നത്, ഈ അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഒരു കാറിൽ ഒരു ചെറുപ്പക്കാരൻ വരികയും ഈ പെൺകുട്ടിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് അപകടം സംഭവിച്ച പെൺകുട്ടിയെ കാറിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തുവെന്ന്. അപ്പോഴാണ് പോലീസിനൊരു സംശയം, അങ്ങനെ അപകടം ഉണ്ടായ സ്ഥലത്തേക്ക് പിന്തുടർന്ന് ഭർത്താവ് എത്തേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ടായത്. നാട്ടുകാർക്കും അങ്ങനെയുള്ള സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് ഇതിന്റെ പിന്നിലെ കഥ പുറത്തു വരുന്നത്. അങ്ങനെയാണ് ഈ രഞ്ജിത്ത് രാജനെയും സുഹൃത്തായ അജാസിനെയും പോലീസ് പിടികൂടുന്നത്. ആദ്യഘട്ടത്തിൽ അപകടം എന്ന നിലയ്ക്ക് രജിസ്റ്റർ ചെയ്ത കേസ് എന്തായാലും മാറ്റി മനഃപൂർവ്വമുള്ള നരഹത്യാശ്രമം എന്ന നിലയ്ക്കാണ് നിലവിൽ കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു പ്രണയം പൂവണിയനായി കാണിച്ച ബുദ്ധി എന്തായാലും കാമുകനെയും സുഹൃത്തിനെയും ജയിലിലാക്കിയിട്ടുണ്ട്. സേതു, ഓക്കെ, ശരി ശ്രീരാജ്. അതിബുദ്ധിയായി പോയ സംഭവമായി പോയി ഇത്.